മറ്റേ പറഞ്ഞാൽ മതി. മറ്റേ എന്താ കൊള്ളരുത്ത തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടെന്ന് മാത്രം പറഞ്ഞ ബാക്കി ഞായിട്ട് മറ്റേ ഒരേ ഒരു രാജാവിന്റെ ഡയലോഗ് സ്റ്റാർട്ടിങ് എത്താ മതി ബാക്കിയായിട്ട്. എന്റെ തന്തയല്ല എന്റെ തന്ത അത് പറയണോ? കുറച്ച് പെമ്പിളുണ്ട് കുറേശ്ശെ സംസാരിക്കില്ല. ഹലോ ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് ഇറങ്ങില്ലേ വാട്സാപ്പ് ഗ്രൂപ്പ് ബൈജാൻ ഇറങ്ങരുത്. സിനിമയുടെ കഥയും പറഞ്ഞിട്ട് കുളിച്ചില്ലെന്ന് എല്ലാവരും മാറിക്കാൻ. ഹലോ 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 പറഞ്ഞ കൺസൈൻമെന്റ് റെഡിയാണ്. നിങ്ങൾ കെ ഗാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? യെസ്, ഖുറൈശി അബ്രഹാം. ഇത് ആ കെ അല്ല, സോറി, ഇത് കണ്ണാപ്പി. കണ്ണാപ്പി അബ്രഹാമാണ്. കണ്ണാപ്പി നമ്മളെ അണ്ണ അച്ചായൻ അച്ചായൻ. സ്റ്റീഫൻ കണ്ണാപ്പി നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാരുടെ പാതി എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. ആ അന്ധതയുടെ താഴ്വരയിൽ നിന്ന് നീതിമാനെ കരകയറ്റുന്നവരാണ് അനുഗ്രഹീതൻ. ശ്രീപച്ചാന്റെ വണ്ടിയിലാണോ പോന്നെ? എടേ വണ്ടിയല്ലേ പോന്നെ? അച്ചായന്റെ വണ്ടിയിലാണോ പോന്നെ? പിടിയടാ അവളേടെ അച്ചായന്റെ വണ്ടി തൊട്ട് അവളേട്. വണ്ടി എടുത്തോണ്ട് പോയതിന്റെ അടുത്ത് പറ നിന്റെ തന്തല്ല എന്റെ തന്നു പറ. ഹലോ ഹലോ പെങ്കച്ചേ, നിന്റെ തന്തയല്ല എന്റെ തന്ത. കണ്ണാപ്പി ഏത് കണ്ണാപ്പി? അച്ചായ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. നമ്മളെ അച്ചായൻ കല്യാണം കഴിഞ്ഞായിരുന്നല്ലേ? മറ്റേതാക്കൂ. പി കെ രാംദാസ് സാറിന് മുമ്പിൽ മറ്റേ ബിമൽ നായരുടെ കഴുത്തറത്തില്ലേ? തുപ്പി വന്നവനെ തുപ്പി വന്നവനെ. അയ്യോ, എന്തൊക്കെ തന്നെ പെണ്ണത്തരാ കാണിക്കുന്നത്. അച്ചായ അച്ചായല്ലോ ബൈജാൻ. അച്ചായ മരിയാടാ. ഹലോ ഞാൻ പറഞ്ഞ എനിക്ക് കുടം പിടിക്കാൻ ആളില്ലല്ലോടാ. ഹലോ അച്ചായന്റെ വണ്ടി ഇറങ്ങണേ. അച്ഛന്റെ വണ്ടി തിറക്കണം. ഞാൻ മറ്റേ നമ്മളാണാ കറപ്പിട്ടോ നേരെ റിപ്പയർ ഷോപ്പ്. നമുക്ക് 100 കിലോ അണ്ടീന്റെ കൺസൈൻമെന്റ് ഉണ്ട്. അണ്ടി കേസോ നമ്മ എടുക്കൂല. എന്റെ പേര് വിഷ്ണു എന്നല്ല, എന്റെ പേര് വിഷ്ണു എന്നല്ല, എമ്പുരാനെന്നാ. കുറച്ചൊക്കെ വെള്ളക്ക 5 വയസ്സുണ്ടേ പറ. നമുക്ക് രത്നവും ബൈരു നമുക്ക് എതിരാണ്. നമ്മളിവിടെ ഗോൾഡ് അങ്ങനത്തെ കള്ളക്കടത്തിനൊക്കെ എതിരാണ്. ഇവിടെ നമ്മള് കഞ്ചാവ് ഇതൊക്കെ കടത്തും. കഞ്ചാവടത്തില്ല. നമ്മുടെ പേര് രാമേട്ടനല്ല. കായ്മാശുവിന്റെ വണ്ടിക്ക് എത്തണ്ടായിരുന്നു. ഇനി ലോഗിൻ എടുത്തോ. നമ്മുടെ ഡ്രൈവർ സൂപ്പർ ചാറ്റ്. കായ്മാശു ലീവർത്ത് പറഞ്ഞാൽ ചോദിച്ചാല് ഇനി നമ്മള് സീരിയസ് ആയിരിക്കും. സീരിയസ് ആണേ. നമുക്ക് നമ്മുടെ മറ്റേ അന്തനില്ലേ അവനെ കൂടെ എടുക്കണം കേട്ടാ. ഓനെടില്ലേ
അവൻ സിറ്റി ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ, അവൻ സിറ്റി ഇല്ലെന്ന് തോന്നുന്നു. വരാൻ ലൈറ്റ് നമ്മ കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങിയ ആളുടെ നമുക്ക് അനന്തം വന്നു കഴിഞ്ഞാൽ അവനാണ് കൈമസൂത്. അവനെ കായ് മസൂദ് ആക്കാം. അവനെ പക്ഷെ ഓനത്തെ പിടിക്കാൻ ആരെയും ആക്കേണ്ടി വരും. ഇവിടെ നിർത്തിയാ മതിയാ? ഇവിടെ അവർക്ക് വണ്ടി ചേരിച്ചു വെക്കട്ടെ. ഞാൻ ഡോറ് തുറന്നരാ ഇങ്ങ അങ്ങനെ കീയല്ല. നമ്മുടെ ഡോറ് തുറന്നേരും. ഇറങ്ങൂല. കോട ഇട്ട് വെച്ചാക്ക്. പോയി ഹലോ ആരാണ്? കോട എടുക്കാൻ നോക്കിയതാ, കോട ഇല്ല സിറ്റിയില്. സ്റ്റീഫൻ നിങ്ങൾ ഉദ്ദേശിച്ച സാറല്ല. You are dealing with the wrong person. कपड़ा कपड़ा चड्डी बने तमड़ा तमड़ा इधर के कदर पदर पीछे എടുക്ക മാറ. ഒരാളിറങ്ങും. നമുക്ക് ഇവിടെ പോലീസുകാരായിട്ട് പോയിട്ട് വരാം. ഇപ്പൊ എത്തിട്ടും സൂത്ര വണ്ടി സേഫ് ആക്കിട്ടേക്കണേ. ഹലോ നമ്മളെ മുമ്പിച്ചല്ല എല്ലാം എടാ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ടുണ്ടോ? പക്ഷെ വണ്ടി ലോക്കാണല്ലോ. സാർ കെ ഗ്യാങ്ങിനെ പറ്റി അറിയാവോ? സാറേ സിറ്റി ഭരിക്കുന്ന അണ്ടർ റേറ്റഡ് ഗ്യാങ് ആണ്. എന്റെ പേര് കണ്ണാപ്പി കെ. ഞാനാണ് കെ ഗ്യാങ്. സാറേ എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോഴേ അവർക്ക് മനസ്സിലാവും സാറേ. തന്റെ തന്തയല്ല എന്റെ തന്ത. ഡയലോഗ് മതി പറ സാർ. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോഴേ അവർക്ക് മനസ്സിലാവൂ സാർ. എന്താണ് മനസ്സിലാവുക? ഡയലോഗിന്റെ ബാക്കി ആരെങ്കിലും പറഞ്ഞു തരും. ഹലോ ഹലോ റെഡിയാ? എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോഴേ ഓ ചായനൊന്നും വരത്തില്ല. സാറേ അറിയാണ് സാറേ. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോഴേ അവർക്ക് മനസ്സിലാവൂ നിങ്ങളുടെ ഒരേ ഒരു രാജാവാണ് ഞാനെന്ന്. വരൂ സാർ, കുറച്ച് ഇരുന്ന് സംസാരിക്കാം. സാറേ വല്ല കച്ചിത്തുരുമ്പോ വല്ല കിട്ടിയോ സാറേ? ഇനി ഹെൽമെറ്റ് ഇടാതെ വന്നതിന് വല്ല പറ്റിയോ മറ്റോ എന്തെങ്കിലും അടിക്കണോ സാർ? കച്ചിത്തുരുമ്പ് കിട്ടിയില്ല. 5000 രൂപ ഫോട്ടോ എടുക്കാൻ. അല്ല എമ്പുരാൻ 5000 രൂപ അവിടെ രണ്ടോട്ട് ഫോട്ടോ എടുക്കാം സാർ. ആ പൈസ സാർ ഇപ്പൊ ഗ്യാങ് ഇച്ചിരി നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് സാർ. പറഞ്ഞത് സാർ EMI എടുത്തിട്ടാണ് ഈ ഗ്യാങ് ഓട്ടിക്കുന്നത്. അത് ട്രഷറിയിൽ എത്തിയിട്ടുണ്ടാവും. EMI അടയ്ക്കാൻ പോലും പൈസ ഇല്ല. കുറച്ച് 10000 രൂപ സഹായിക്കും സാറേ. അതൊക്കെ വാടക ഖുറേഷി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ. ആർക്കും കിട്ടിയില്ല. എനിക്ക് കിട്ടിയില്ല. അപ്പൊ സാറിന്റെ കൂട്ടത്തിലുള്ള ഒരു വെട്ടിയായിരിക്കും. എന്നെ അറിയാവുന്നവരുടെ പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടെ കൊണ്ട് കിടക്കരുത്. അല്ല എന്താ പണ്ട് പറഞ്ഞത് പറഞ്ഞു. എന്നെ അറിയാവുന്ന പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്കി ഡയലോഗ് എന്താ? അങ്ങനെയൊക്കെ എന്നെ അറിയാവുന്നവരുടെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. തന്റെ തന്തയല്ല. അങ്ങനെയല്ല സാറേ, എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. അതായിരുന്നല്ലേ? സോറി സാറേ
ഡയലോഗ് ഞാൻ എഴുതി തരോ ഒരു നമ്മൾ ഡോക്യുമെന്റ് ഉച്ചയ്ക്ക് കടച്ച കഞ്ചാവ് എത്തിയായിരുന്നു എന്നെ അറിയാവുന്ന എന്നെ അറിയാവുന്ന പണ്ടേ പറഞ്ഞിട്ടുണ്ട് സാർ നാർക്കോട്ടിക്സ് ഞാനത് ചെയ്യും മറ്റുള്ളവരത് ചെയ്യില്ല അങ്ങനല്ലേ ഈ സ്റ്റീഫൻ അത് ചെയ്യില്ല, നിങ്ങളും അത് ചെയ്യില്ല സാറേ ഞങ്ങളത് ചെയ്യത്തില്ല പീഡിയ സാറേ. എന്നെ തിരിച്ച് ഇതേ മാസത്തിൽ നിന്ന് കൊണ്ടിറക്കാവോ സാറേ? അല്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും? കെ ഗാങ് നമ്മൾ മുതുക്കിലെത്തുന്നതാണ്. സാറേ തുറന്നോ സാറേ 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 അവിടെ ഇല്ല അവിടെ ഇല്ല അവിടെ ഇല്ല സാർ സാർ ഞാൻ അവിടെ ഇറങ്ങിയ ചിലപ്പോ അവിടെ കയറിയ ചിലപ്പോ എത്തൂല അങ്ങോട്ടേക്ക്. ആ സാറേ വെല്ലുവിളിയാണോ സാറേ? വെല്ലുവിളിയാണോ? അല്ല വെല്ലുവിളിയൊന്നുമില്ല. ഓ അതെ. ആ ഹലോ സൂത്രം പോയോ? സൂത്രല്ലോ സൂത്രം പോയോ? എവിടെ കത്തിപ്പോയോ? എന്ത് പറ്റി? സാറേ 10 ലക്ഷം എടുക്കണ്ട സാറേ. സാറേ 10 ലക്ഷം ഉണ്ടാ. 10 ലക്ഷാ? ഹലോ ഗ്യാങ് നഷ്ടത്തില്ല, ഗ്യാങ് നഷ്ടത്തില്ല, 10 ലക്ഷം ഇല്ല. ജമാൽ സിറ്റി ഇല്ലേ? കത്തിപ്പോയതായിരിക്കും വരും വരും. സാറേ എന്റെ പേര് മാറ്റി പറയിപ്പിക്കില്ല സാറേ. ഇവിടെ ചത്ത് പുഴുത്ത് കടന്നു കഴിഞ്ഞാലേ സാറേ എന്റെ നടുക്കോട്ട് വിടും സാറേ. മേളിൽ താഴോട്ട് ചാടി ഇറങ്ങാം, അതാകുമ്പോ ഇച്ചിരി മാസമായിരിക്കുമല്ലോ. മുതുകില് സ്പോൺ പ്രൊട്ടക്ഷൻ ഒന്നും ചാവൂലല്ലോ? ടച്ച് ചെയ്ത് നോക്കാം. സ്റ്റൈൽ ഇറക്ക്. ഇതിന്റെ മുകളിൽ ഇറക്കാൻ പ്ലാൻ ആക്കി സാറേ. അത് നടന്നില്ല. സാറേ ഇത് സ്റ്റീഫച്ചാനോട് സാറേ കളിക്കുന്നത് കുറച്ച് നോക്കണേ സാറേ. സാറേ പ്രശ്നമാവും സാറേ. ഇല്ല നമ്മുടെ വണ്ടി താഴെ വന്ന് ചാടല്. സ്റ്റീഫച്ചായ കേറ്. എടാ നമ്മളെ വണ്ടി താഴെ കിടക്കുന്ന സ്റ്റീഫച്ചായ വണ്ടി കേറ്. ആ ഓക്കെ പോട്ടെ. കർഷകനല്ലേ സാറേ, ഒരു വള്ളി പിടിക്കാൻ ഇറങ്ങിയതാ. സാറേ ഇച്ചിരി മുതുക്കി ഇറങ്ങിയാൽ മാസം ഉടനെ മുതുക്കി ഇറങ്ങണം. സാറേ അവിടുന്ന് സ്റ്റീഫച്ചായ സോറി പറയാമോ ഇവിടുന്ന് എല്ലാരും കേൾക്കുമ്പോ? പിന്നെ സാറേ ഇത് എവിടാ സാറേ പോന്നേ? സാർ എന്തൊക്കെയാ പറഞ്ഞേ? സാറേ അതൊക്കെ ചുമ്മാ പറഞ്ഞു. സാറിനെ അങ്ങോട്ട് ഇറക്കിയേ. ഒരു മാസം റോളിൽ വന്നാ സാറേ ഒന്ന് അവിടെ ഇറക്കൂ. ആ സാറേ മാസമായിട്ട് ഇറങ്ങണം, മാസമായിട്ട്. എന്നിട്ട് സാറ് വന്ന് ഡോറൊക്കെ തുറന്നേ. സാറേ എന്തിനാണ് സാറേ കാണിക്കുന്നേ? ചാടല്ലേ തെറിച്ചു. ആ പൊറോട്ട ഇരുന്നോ. അച്ചായ കുടിക്കുന്ന അച്ചായ അച്ചായന്റെ വണ്ടി ലോക്ക് പിക്ക് ചെയ്യാനാ നീയൊക്കെ? എങ്ങനെ കൊണ്ടുവരാൻ വരും? പീടിക്ക് പോയി അച്ചായ വരെ പിടിക്കുക. ഇനി കുപ്പായം നോക്കത്ത് ഈ വണ്ടി പോകുന്നതിന് വേഗം നമുക്ക് നടക്കാലോ ഇറങ്ങി. ആ ബാക്ക് ചെയ്താ ഓറഞ്ച് വണ്ടിയില്ലേ കൊറേ നേരം പിന്നാലെ കൊറേ നേരമായ പീടി വന്നായിരുന്നേ മെറ്റടിച്ചോ. ഇറങ്ങി അച്ചായ ഒരു കാര്യം പറഞ്ഞോട്ടാ, ഇവിടെ കേനോട് ആരും മുട്ടാൻ നിക്കരുത്. അത്രയുള്ള അച്ചായ. പക്ഷെ വണ്ടി ഇറങ്ങുമ്പോ ഹെൽമെറ്റ് ഇട്ട് ഇറങ്ങി അത്രയും നല്ലതാ. ഒറ്റടിക്ക് ചാവണ്ടല്ലോ കുറച്ച്. ഹലോ ഒന്ന് മാറണേ. ഹലോ മാറണേ. അച്ചായനാണ്. പിന്നെന്താ
ഇത്ര ലുക്ക് ഞാൻ കൊറേശി ചായൻ കൊറേശി അബ്രാം സൂപ്പർ. എന്തുപറ്റി? അതിനകത്ത് മറ്റേ സയ്യദ് മസൂദ് ആരാണ് അതിനകത്ത്? സയ്യദ് മസൂദ് ആബ്സെന്റ് ആണ് തോന്നില്ല. ആരാന്ന്? മസൂദ് എന്താ? സ്റ്റീഫ കാട്ടാക്കട കേറ്. കാട്ടാക്കടായ സോറി സ്റ്റീഫൻ പരിപ്പള്ളി. ഓർഞ്ഞോണ്ടി ഇത് ഇവരെ അടിച്ചു വന്നാലാ അടിച്ചു വന്നാലാ വണ്ടി വെച്ച് എവിടെ എത്തൂല. അല്ല ബ്രോ ഒന്ന് മാറിക്കണേ ബ്രോ. ഇത് സ്റ്റീഫ് അച്ചാൻ വണ്ടിയാന്ന്. ബ്രോ ട്രക്ക് റോട്ട് കൂടി ഓടി. ബ്രോ അടിച്ചു കൊല്ലേ ബ്രോ. കൺപോയിന്റ് ആണ് ബ്രോ, കൺപോയിന്റ് ആണ്. ഇറങ്ങണേ ഗൺ പോയിന്റ് ആണേ. എന്താ ബ്രോ പിന്നാലെ എടുക്കുന്നത്? അച്ഛനെ പിന്നാലെ നടക്കാൻ പറ്റൂലല്ലോ ബ്രോ. ബ്രോ ഒരു വലിയ സീനൊന്നുമില്ല ബ്രോ. അച്ഛനെ ഹലോ ബ്രോ ഖുറൈശി അബ്രാഹിമിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നീ കേട്ട പറഞ്ഞിട്ട് പോയാ മതി. കേട്ട പറയാനോ? പറ. ഖുറൈശി എബ്രാഹിം ഗ്യാങ് പറഞ്ഞ ആള് ഈ ഡ്രഗ് ഡീലേഴ്സിനൊക്കെ എന്താ പറയാ വളരാൻ അനുവദിക്കാണ്ട് താഴ്ത്തിക്കെട്ടി കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ ആരാ ബോബിനെ കൊന്നൊരു മനുഷ്യനാണ്. ഏത് ലോബി? ലോബി അല്ല, ബോബി. ബോബി ബോബി നിങ്ങളെ അനിയത്തിന്റെ ഭർത്താവ്. കുറച്ച് താഴ്മയായിട്ട് അങ്ങനെ മാസായി പറഞ്ഞു. നമ്മുടെ കെ ഗാങ്ങിലെ സയ്യിദ് മസൂദും കുറെ പേര് മിസ്സിംഗ് ആണ്. കൊള്ളതാത്തവർ തന്റെ സ്വാർത്ഥത കൊണ്ടും ക്രൂരത കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാരും വശത്തു നിന്ന് ആക്രമിക്കുന്നു. ഫോൺ നോക്കി വായിച്ചാ ആൾക്കൂട്ടം അച്ചായ ഫസ്റ്റ് തന്നെ ഇറങ്ങല്ലേ? അച്ചായ ഫസ്റ്റ് തന്നെ ഇറങ്ങല്ലേ? നമ്മളെല്ലാരും ഇറങ്ങിയിട്ട് ഒന്നാമത്തെ കാര്യം പട്ടി നമ്മളിവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് ചില്ല് പൊട്ടിയ ക്ലാസ് ആയിട്ട് വരുന്ന സ്റ്റീഫനാ. നമ്മുടെ സയ്യിദ് മസൂദ് പോയല്ലോടാ. പോലെ തിരിച്ചടാ പഞ്ചറാണ്. കർഷകനല്ലേ വണ്ടി ഇറങ്ങിയതാ. കർഷകൻ പുല്ലാണോ തല വെച്ചേക്കുന്നത്? കൊള്ളിച്ചു പറഞ്ഞവര് കർഷകനാണ് സാറേ. തമിഴ്നാട് ബേസ്. അവിടെ ഫുള്ള് തമിഴ്. നമുക്ക് അറിഞ്ഞൂടാ, ഭാഷ അറിഞ്ഞൂടാ. തമ്പി മയിൽവാഹനം ചോര് സാറേ. ചോര് സാർ അങ്ങോട്ട് പോയി. തമ്പി മയിൽവാഹനം ചോര്. അല്ല കുറച്ചു മുമ്പേ കിട്ടിയതല്ല പറയുന്നത്. എനിക്ക് ഒരാളോട് പോയി മാസം ഡയലോഗ് അടിക്കണം. ആരെ പിടിക്കും സിറ്റിയില്? അറിയാവുന്നവരാ. ഇതെല്ലാം അറിയാവുന്നവരാണല്ലോ. ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിട്ടോ. സെലിബ്രിറ്റി ഹലോ, നീ കർണാപ്പി വേദം ഊതുന്ന കേട്ടുണ്ടോടാ? നിന്റെ വായിലെന്തിനടാ പഴാണോ? കേട്ടിട്ടുണ്ടോടാ? നീ സ്റ്റീഫൻ എന്ന് കേട്ടിട്ടുണ്ടോടാ? ഫ്രണ്ടിൽ സംസാരിക്കാൻ ധൈര്യം കിട്ടി. നീ സ്റ്റീഫൻ എന്ന് കേട്ടിട്ടുണ്ടോടാ? എന്തേലും പറയണ. നീ വേദം ഊതുന്ന കേട്ടിട്ടുണ്ടോടാ? തീർച്ചയായിട്ടും. ഹലോ, കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. കുട്ടി
എന്തിട്ട പരിപാടി അയ്യോ അത് കുറച്ച് ബഹുമാനം സംസാരിക്കണേ ബ്രോ. സംസാരിക്കും സാർ പറിക്കാൻ ഇറങ്ങിയതല്ലേ? അതെ അതെ കള പറിക്കാൻ കള പറിക്കാൻ അത് അവളെന്തോ നമ്മളെ ഉദ്ദേശിച്ച് പറഞ്ഞാലുണ്ടോടാ. ശരിയാണ് സാർ സ്റ്റീഫൻ. ഈ റോള് പ്രപ്പോസ് ചെയ്തോ കാര്യങ്ങളൊക്കെ ആയിട്ട്? ശരിയാണ് സാർ സ്റ്റീഫൻ. ആരും കേക്കാനില്ലല്ലോടാ, ആരും കേക്കാനില്ലല്ലോടാ. ശരത്തേട്ടാ മാറല്ലോ സാർ. ശരത്തേട്ടാ വെൽക്കം ടു സ്ട്രീം. എടാ മുതുകിൽ ആർക്കും നമ്മുടെ എന്റെ ഡയലോഗ് കേക്കണ്ടല്ലോടാ. ആൾക്കാരൊക്കെ തിരിച്ചറിയണം, ആൾക്കാരൊക്കെ തിരിച്ചറിയണം. മൈൻഡ് ചെയ്യണ്ട, ഇച്ചിരി വെയിറ്റ് ഒക്കെ കിട്ടുന്ന. സ്റ്റീഫ് അച്ചയോട് അങ്ങനെ കുറച്ച് താഴ്മ അപേക്ഷിക്കണം ബ്രോ. അത് ആ കടവുള്ള പോലെ ഭാഗ്യമാണല്ലോ. ഇനി എന്ത് വേണം ബ്രോക്ക്? വേണം. ഓ ഇത് സത്യം പറഞ്ഞാൽ നമ്മള് പിടിച്ചോട്ടാ പട്ടി മൈൻഡ്. നമുക്ക് നമ്മുടെ കുറച്ച് കഴിഞ്ഞ് സരക്കണം വരും എന്നിട്ട് ഈ വേഷം ഇടാം. ഇപ്പം അതാകുമ്പോഴേ അതാകുമ്പോ ആരും രണ്ടുപേരും മൈൻഡ് ചെയ്യും. നമുക്കതുവരെ ഇപ്പൊ പാർട്ട് 1 കഴിഞ്ഞു, പാർട്ട് 2 സരക്കണം വരുമ്പോ നിങ്ങൾ എല്ലാവരും വണ്ടി എമ്പുരാനോ അതോ? ആ എമ്പുരാൻ. അപ്പൊ നിങ്ങൾ പറഞ്ഞ കേട്ടാ ഇതേ റേഡിയോ. ഓക്കെ ഓക്കെ ഓക്കെ. പട്ടി വില വരുന്നില്ലല്ലേ ഇവനൊക്കെ.